ഹായ് ഫ്രണ്ട്സ്, ഇത് കളർ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ചെയേഴ്സാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഇതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അട്ട് വേണു കല്ലാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ കിട്ടും. അപ്പോൾ അതിൽ ഞാൻ വൈറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെയുള്ള ചെയേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അത് കുറേ ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇത് ഷോർട്സ് ആയതുകൊണ്ട് 3 മിനിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര പെട്ടെന്ന് ഒരു കാണാൻ ബുദ്ധിമുട്ട് വരും. എന്നാലും 2-3 പ്രാവശ്യം ട്രൈ ചെയ്യണമെങ്കിൽ നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പ്രൊജക്റ്റോ അല്ലെങ്കിൽ വലിയവർക്കും ഒരു ടൈം പാസിന് അങ്ങനെ ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല രസമായിട്ട് അത് ചെയ്യാനും സാധിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോൾഡുകളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത് ആ സമയത്തൊക്കെ ആ ഫോൾഡിൻ്റെ സമയത്തൊക്കെ ഞാനത് സ്പീഡ് കുറച്ചിട്ടുണ്ട് വീഡിയോൻ്റെ. കാരണം 3 മിനിറ്റിൽ ഒതുങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ രസമാണത്. അപ്പോൾ ഞാനൊരു 4-5 കളറിലുള്ള ഇങ്ങനെ ചെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കിട്ടും, വേണു കല്ലാറ്റ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ചാനലാണ്. അതിലുണ്ട്. ഞാൻ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോ ആണ്, കുറേ നാൾ മുമ്പ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കാരണം കുറച്ചത് ഡിസ്ക്രിപ്റ്റീവാണ്, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇത് നോക്കൂ, ഇതിങ്ങനെ ഇതിപ്പോൾ ലാസ്റ്റ് ലാപ്പായി കഴിഞ്ഞു. ഇനി ഇവിടുന്നാണ് ചെയറിൻ്റെ ഷേപ്പ് വരുന്നത്. നോക്കൂ, ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് ഇനി ഓരോ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്യണം. ഇതാ സൈഡിലേക്ക് സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തു. ഈ സൈഡും അങ്ങനെ ഫോൾഡ് ചെയ്തു. ഇനി മറിച്ച് വെച്ചിട്ട് സെയിം റിപ്പീറ്റ് ചെയ്യണം അപ്പുറം. കണ്ടു, ഇപ്പോൾ ചെയറിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ രൂപമായി. ഇനി താഴെ കുറച്ച് പേപ്പേഴ്സ് എക്സസ് നിൽക്കുന്നുണ്ട്, അത് അതിൻ്റെ അടിയിലേക്ക് തള്ളി കൊടുക്കണം. അപ്പോൾ അത് തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അത് 4 പോയിൻറ്റ്സ് ആയിട്ട് 4 കാലുകളായിട്ട് ശരിക്കും കാണാൻ സാധിക്കും ഇതിൻ്റെ ചെയറിൻ്റെ. ഇനി ഒരു സൈഡ് ഇത് പേപ്പർ പീസ് വെച്ചിട്ട് അത് ലോക്ക് ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ വിട്ടുപോരാതിരിക്കാൻ വേണ്ടി കണ്ടു ലോക്ക് ചെയ്യാൻ. ഇനി മറ്റേ പുറം ചെയറിൻ്റെ ഒരു സൈഡ് ചാരി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, മറ്റേ സൈഡ് ഇങ്ങനെ വെച്ചിട്ട് അത് അതിനോട് കൂടി യോജിപ്പിക്കും. ഇതാ ഇപ്പോൾ ചെയറിൻ്റെ. ഇനി അതിന് സീറ്റ് വെക്കണം. സീറ്റിൻ്റെ അതിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് അതിനോട് കൂടി യോജിപ്പിക്കുക ചെയ്യുക. എന്താ അങ്ങനെ യോജിപ്പിച്ചു. ഇതാണ് ചെയർ. ഇനി സെൻറ്റർ ടേബിൾ ഉണ്ടാക്കുകയാണ്. ഇത് സെൻറ്റർ ടേബിൾ 2 സൈഡും മടക്കിയിട്ട് ഉള്ളിൽ ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻറ്റർ ടേബിളായി. അതിനൊരു ടോപ്പ് വെച്ചാൽ മതി, ടേബിൾ ടോപ്പ് വയ്ക്കുക. ഇതാണ് നമ്മുടെ ചെയർ.